This news is brought to you by ഹൈ ഫാഷൻ ബോട്ടിക് സോന ഗോൾഡിന് സമീപം ചെറുപുഴ. മികച്ച അംഗൻവാടി അധ്യാപികയ്ക്കുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ പാറോത്തുനീർ അംഗൻവാടി ടീച്ചർ കെ ശ്രീദേവിയെ ALMSCയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ലേജു ജയദേവൻ ഉപഹാര സമർപ്പണം നടത്തി. ചടങ്ങിൽ പഞ്ചായത്ത് അംഗം PV വിജയൻ അധ്യക്ഷത വഹിച്ചു. ICDS CDPO കെ രാധ മുഖ്യാതിഥിയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KD പ്രവീൺ, KP ഗോപാലൻ, ICDS സൂപ്പർവൈസർ P ഗീത, P ബിജു, PT ഗിരീഷ്, VV ഷിജിന, KP നസീറ, മിനി ചായനാനിക്കൽ, KS ലിജി എന്നിവർ സംസാരിച്ചു. അവാർഡ് ജേതാവ് കെ ശ്രീദേവി മറുപടി പ്രസംഗം നടത്തി. ചടങ്ങിനോടനുബന്ധിച്ച് പായസ വിതരണവും നടന്നു. ടീച്ചറെ പറ്റി വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു ട്രെയിനിങ് തരുമ്പോൾ എന്ത് കണ്ടാലും കേട്ടാലും അന്ന് വീട്ടിൽ വന്ന് ചെയ്തിട്ട് ടീച്ചർ കടന്നുറങ്ങുള്ളൂ. ഞങ്ങളൊക്കെ ഗീത സാർ പറഞ്ഞ പോലെ കുറേ പണിയെടുക്കുന്നുണ്ട്, എങ്കിൽ പോലും പകുതി ഭാഗം അലസ്യയുടെ പകുതി ഭാഗം അവിടെ മാറ്റി വെക്കും. സിദ്ധ ടീച്ചറെ സംബന്ധിച്ചോളം ഒരിക്കലും അങ്ങനെയല്ല. എന്ത് കണ്ടോ എന്ത് കേട്ടോ അത് ഓൺ ദ സ്പോട്ടിൽ ചെയ്തിട്ടേ വിശ്രമമുള്ളൂ. അതാണ് ടീച്ചറിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. പിന്നെ ടീച്ചറെ സംബന്ധിച്ചോളം വെറും ഒരു അംഗൻവാടി ടീച്ചർ മാത്രമല്ല, വാർഡ് മെമ്പറായിരുന്നു. അതുപോലെ സമൂഹത്തിലെ എല്ലാ കാര്യങ്ങളിലും പ്രശ്നങ്ങളിലും ഇടപെടുന്ന ഒരാളാണ്. അത് ഞാൻ പറയാതെ തന്നെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട്. പിന്നെ ടീച്ചർ ഒരു കവയിത്രി കൂടിയാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞു, എടി രാത്രിയിൽ SIR ചെയ്തിട്ട് എനിക്ക് ഉറക്കം വന്നില്ല, പെട്ടെന്ന് 3 മണിക്ക് എഴുന്നേറ്റു, ഞാൻ അപ്പോൾ എഴുതിയ കവിതയാണെന്നോട് പറഞ്ഞു. അതാണ് ടീച്ചർ. അപ്പോൾ അതിൽ ഒരുപാട് അഭിമാനം, സന്തോഷം. പിന്നെ ഇവിടെ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ നാട്ടിലെ ഓരോരുത്തർക്കും ഇതിൽ അഭിമാനിക്കാവുന്നതാണ്. നിങ്ങളുടെ നാടിന് കിട്ടിയ വലിയൊരു അംഗീകാരമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രൊജക്റ്റിന്, ഞങ്ങളുടെ പഞ്ചായത്തിന് കിട്ടിയ വലിയൊരു അംഗീകാരമാണ് ഇത്. അംഗൻവാടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് മുമ്പ് സംസാരിച്ചവരെല്ലാം വളരെ വിശദമായിട്ട് പറഞ്ഞു. അംഗൻവാടി എന്ന് പറയുന്നത് ഒരു കുടക്കീഴിൽ ഒരുപാട് സേവനങ്ങൾ നൽകുന്ന ഒരു സ്ഥാപനമാണ്. ആകെ 2 ജീവനക്കാരെ ഉള്ളെങ്കിൽ പോലും ഞങ്ങൾ ഇടപെടാത്ത മേഖലകളില്ല. ഒരുപാട് കാര്യങ്ങൾ അംഗൻവാടി വഴി. അഭിമാനമായി നമ്മുടെ ശ്രീദേവി ടീച്ചർക്ക് ഇങ്ങനൊരു അവാർഡ് ജില്ലയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. കൂടുതൽ സന്തോഷം. നമ്മൾ ഒരു പ്രദേശത്തിൻ്റെ വെളിച്ചമായി, കുട്ടികൾക്കെന്നും ദീപമായി നിലനിൽക്കുന്ന ഒരു അംഗൻവാടി അത് നിലനിർത്തുക എന്നത് നമ്മുടെ പ്രദേശത്തിൻ്റെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. എന്നാൽ എന്തോ ഇപ്പോൾ കുട്ടികളുടെ എണ്ണം വളരെ കുറയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ ഇവിടെ എല്ലാവരും പറഞ്ഞു 4 വയസ്സാകുമ്പോൾ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാൻ പാടില്ല എന്ന്. പക്ഷേ സ്കൂളുകൾക്കെല്ലാം ഇപ്പോൾ സ്കൂളുകളുടെ ലക്ഷ്യം സമീപപ്രദേശത്തെ അംഗൻവാടിയാണ്. അവിടെ എത്ര കുട്ടികളുണ്ട് എന്നനുസരിച്ചാണ് ഇപ്പോൾ സ്കൂളിന്റെ നിലനിൽപ്പ് പോലും ആ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അംഗൻവാടി എന്ന് പറയുന്നത് കുട്ടികളുടെ പൂന്തോട്ടമാണ്. അതുപോലെ തന്നെ ഇലഞ്ഞിമരത്തെ നിത്യ ഹരിത വൃക്ഷമായിട്ടാണ് കാണുന്നത്. എക്കാലവും അതിങ്ങനെ പറ്റപ്പോടുകൂടി നിലനിൽക്കും. അംഗൻവാടിയും അങ്ങനെയാണ്, ശ്രീദേവി ടീച്ചറും അങ്ങനെയാണ്. നിത്യഹരിത നായകൻ, നായിക എന്നൊക്കെ പറയും. അപ്പോ ആ അർത്ഥത്തിൽ കാണുമ്പോൾ ഈ അവാർഡിന്റെ മഹത്വം, വില ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. ചെറുപുഴ പഞ്ചായത്തിനെ സംബന്ധിച്ച് 2 സന്തോഷമാണുള്ളത്. ഒന്ന്, ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന അംഗൻവാടി വർക്കറിന് അവാർഡ് ലഭിച്ചതിൻ്റെ സന്ദേശം. മറ്റൊന്ന്, ഞങ്ങളുടെ ഭരണസമിതിയിലെ പ്രിയപ്പെട്ട മെമ്പർ വിജയേട്ടൻ്റെ പത്നിക്ക് ഈ അവാർഡ് ലഭിച്ചതിൻ്റെ സന്തോഷം. അപ്പോൾ അത്തരത്തിലെ മനോഹരമായ നിമിഷത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അംഗൻവാടികൾ എപ്പോഴും നമ്മുടെ നാടിൻ്റെ ജീവ ഞരമ്പുകളായിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം അധ്യക്ഷൻ വിജയേട്ടൻ, അതുപോലെ തന്നെ ഉദ്ഘാടക, ജില്ലാ പഞ്ചായത്ത് അംഗം നമ്മുടെ ബഹുമാനിയായ ലേജു മാഡം, അതുപോലെ തന്നെ നമ്മുടെ CDPO പ്രിയപ്പെട്ട CDPO രാധ മാഡം, സ്വാഗതം ആശംസിച്ച ഗോപാലേട്ടൻ, അതുപോലെ നമ്മുടെ ചെറുപുഴ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രവീൺ അവർകൾ, മറ്റ് വേദിയിൽ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാരും, അതുപോലെ തന്നെ സദസ്സിലുള്ളവരോട് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിന്ന് ഇരിക്കുന്നത്. കാരണം ചെറുപുഴ പഞ്ചായത്തിൻ്റെ സൂപ്പർവൈസറായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സന്തോഷം ഉണ്ടാവും നമുക്ക്.
നമ്മളെ ICDSലേക്ക് ഒരു അവാർഡ് വരിക എന്ന് പറയുമ്പോൾ അത് ഏറ്റവും കൂടുതൽ വർക്കർ അതുപോലെ തന്നെ ഹെൽപ്പറേയും കൂടെ പ്രയത്നം കൊണ്ടും അതുപോലെ നാട്ടുകാരുടെ എല്ലാവരും കൂടെ ഒത്തുചേർന്ന് പ്രവർത്തിച്ചാലാണ് നമുക്കൊരു അവാർഡ് കിട്ടുക. ശരിക്കും അതിന് വേണ്ടിയിട്ടും ടീച്ചർ നന്നായി പ്രയത്നിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലം കിട്ടിയിട്ടുണ്ട്. നമ്മളെ ചെറുപുഴ പഞ്ചായത്തിൽ മാത്രമല്ല, പയ്യന്നൂർ അഡീഷണലിലെ ഒരുവിധ എല്ലാ അംഗനവാടികളും അവാർഡിന് അർഹരായ അംഗൻവാടി പ്രവർത്തകരാണ്. നന്നായിട്ട് പ്രവർത്തിക്കുന്ന കുറേ അംഗൻവാടികളുണ്ട്. പറഞ്ഞ പോലെ ചിട്ടയായ പ്രവർത്തനം അത് ആശംസ പറയാൻ യോഗ്യതയുള്ള ആൾ ഞാനാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ബാക്കി എല്ലാവർക്കും ഇത് കണ്ടും കേട്ടു പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇത് അനുഭവിച്ചറിയാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഈ നാടിനു വേണ്ടിയും ടീച്ചർ പഠിപ്പിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും എൻ്റെ പേരിലും ആശംസകൾ അറിയിക്കുകയാണ്. അടുത്തതായി നമ്മുടെ MLSP ഷീജന മേഡത്തെ ക്ഷണിക്കുന്നു. ഫാഷൻ ലോകത്തെ പുതുപുത്തൻ ട്രെൻഡുകൾ ഇനി നിങ്ങളുടെ കൈപ്പിടിയിൽ. ആഘോഷങ്ങൾ ഇനി കൂടുതൽ വർണ്ണാഭമാക്കാം. സ്ത്രീകൾക്കായുള്ള എല്ലാവിധ വസ്ത്രങ്ങളും ഇനി ഒരിടത്ത്. ഹൈ ഫാഷൻ ബോട്ടിക് സോന ഗോൾഡിന് സമീപം ചെറുപുഴ. അത്യാകർഷകമായ സാരികൾ, ലേറ്റസ്റ്റ് സ്പോർട്സ് സെറ്റുകൾ, മാക്സികൾ തുടങ്ങി എല്ലാവിധ ലേഡീസ് ഐറ്റംസുകളും മിതമായ വിലയിൽ. നിങ്ങളുടെ സങ്കല്പത്തിനനുസരിച്ച് വസ്ത്രങ്ങൾ തുന്നി നൽകാൻ ഞങ്ങളുടെ കസ്റ്റമൈസ്ഡ് സ്റ്റിച്ചിങ് സെന്ററും തയ്യാർ. ഗുണമേന്മയുള്ള മെറ്റീരിയലുകൾ, മിതമായ വില. പുതിയ കാലഘട്ടത്തിലെ ഫാഷൻ സങ്കല്പങ്ങൾക്കനുസരിച്ച് വസ്ത്രങ്ങൾ ഒരുക്കുന്ന കേരളത്തിലെ സ്ത്രീകളുടെ മനസ്സിനിണങ്ങിയ ലേറ്റസ്റ്റ് കളക്ഷനുകളുടെ വൻ ശേഖരം. കണ്ണിന് കുളിർമയേകുന്ന വ്യത്യസ്തമായ വർണ്ണങ്ങളിൽ. ഹൈ ഫാഷൻ ബോട്ടിക് സോന ഗോൾഡിന് സമീപം ചെറുപുഴ. ഫോൺ 9961 451671.